ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ പോഷക ഗുണങ്ങളുള്ള ചെറിയ ധാന്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ട് കാണും. അതിൽ ലിറ്റിൽ മില്ലറ്റ്സ് എന്നറിയപ്പെടുന്ന ചാമയരി കൊണ്ടുള്ള ഒരു വിഭവത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വളരെയധികം പോഷക ഘടകങ്ങളുടെ ഒരു കലവറയാണ് ഈ ലിറ്റിൽ മില്ലറ്റ്സ് എന്നറിയപ്പെടുന്ന ചാമയരി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചാമയരി കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. പ്രോട്ടീനും കാൽസ്യവും ഫോസ്ഫറസും ഫൈബറും എല്ലാം ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഇതിൽ വളരെയധികം കുറവാണ് താനും. അപ്പോൾ നമുക്ക് ചാമയരി കൊണ്ട് ഒരു ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചാമയരി കഴുകി വൃത്തിയാക്കി ഒരു സ്ട്രെയിനറിൽ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ഉഴുന്ന് പരിപ്പും കൂടെ പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. ഇനി ഞാനിതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റു വെജിറ്റബിൾസ്, ക്യാരറ്റ്, അതുപോലെ തന്നെ ഗ്രീൻ പീസ്, ബീൻസ് എന്നീ വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് അത്തരം വെജിറ്റബിൾസ് ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ആ ചാമയരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്കത് വഴറ്റിയെടുക്കണം. ഇതാ എണ്ണയിൽ കിടന്ന് ചെറുതായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴന്നു വരും. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ ചാമയരി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാൻ. ചാമയരി എല്ലാം ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഇത് വേവിക്കാനായിട്ട് തിളച്ച വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ചാമയരി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ നേരെ ഇരട്ടി വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് വേണം ഈ അരി നന്നായിട്ട് വെന്ത് വരാൻ. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പുമാവിന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം നല്ല പോലെ മീഡിയത്തിലും താഴ്ത്തി വെച്ചുകൊണ്ട് നമുക്ക് മൂടി വെച്ച് വേണം വേവിക്കാൻ. ഏകദേശം 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. വീണ്ടും മൂടി വെച്ച് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം മീഡിയത്തിലും താഴോട്ട് വെച്ച് വേണം ഈ ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം ഒരു വിധത്തിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഒരു 2-3 സെക്കൻഡ് നേരം കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതിലുള്ള വെള്ളം, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ട് ഉപ്പുമാവ് നല്ല ഡ്രൈ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അരിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ളത് മാത്രമല്ല, വളരെയധികം പോഷക ഗുണങ്ങളുമുള്ള ഒരു ഉപ്പുമാവാണ് ഇപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യിൽ കശുവണ്ടിപ്പരിപ്പ് വറുത്തതും കൂടെ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കുന്നതിനും അതുപോലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും അമിതവണ്ണം കുറയ്ക്കുന്നതിനും എല്ലാം ചാമയരി കൊണ്ടുള്ള വിഭവങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഈ മില്ലറ്റ്സ് കൊണ്ടുള്ള വിഭവങ്ങൾ വളരെയധികം സഹായിക്കുമെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.